മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തികകാര്യ വിദഗ്ധനുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ ലോകം അനുശോചനം രേഖപ്പെടുത്തുകയാണ്. രാഷ്ട്രീയ മാന്യതയുടെ ആൾരൂപമെന്നാണ് അദ്ദേഹം പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്നത്. സ്വാതന്ത്ര്യാനന്തര കാലത്ത് രൂപപ്പെടുത്തുകയും 4 ദശാബ്ദത്തിലേറെ കാലം പിന്തുടരുകയും ചെയ്ത സോഷ്യലിസ്റ്റ് മുതലാളിത്ത സമ്മിശ്ര സാമ്പത്തിക നയങ്ങളെ അടിമുടി മാറ്റി സാമ്പത്തിക ഉദാരവൽക്കരണത്തിലേക്ക് ഇന്ത്യയെ നയിച്ചതിന്റെ പ്രധാന ഉത്തരവാദിത്വം ഡോക്ടർ മൻമോഹൻ സിംഗിനാണ്. 1991 അധികാരത്തിലേറിയ PV നരസിംഹറാവു മന്ത്രിസഭയാണ് ആഗോളവൽക്കരണത്തിന് പരവതാനി വിരിച്ചത്. അതിനുള്ള ആശയം രൂപീകരിച്ച് നടപ്പിലാക്കിയത് ധനകാര്യമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗും. പൊതുമേഖലയുടെ കടിഞ്ഞാൺ അഴിച്ചുവിടുകയും സർക്കാർ നിയന്ത്രണങ്ങൾ ഏറെക്കുറെ അവസാനിക്കുകയും ചെയ്തതോടെ സ്വകാര്യ കുത്തകകൾക്ക് എല്ലാ മേഖലയിലും കടന്നെത്താവുന്ന തരത്തിൽ സാമ്പത്തിക രംഗം പൂർണ്ണമായും തുറക്കപ്പെട്ടു. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയുടെ തുറന്നുവിടൽ എന്നതിനെ ചിലർ ആഘോഷിക്കുന്നുണ്ടെങ്കിലും വിഭാവനം ചെയ്യപ്പെട്ടതുപോലെയാണോ സാമ്പത്തിക രംഗത്തുണ്ടായ മാറ്റമെന്ന കാര്യത്തെക്കുറിച്ചുള്ള ആലോചനകളും ചർച്ചകളും ഉണ്ടായിട്ടുണ്ട്. പഞ്ചാബ്, കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് സർവകലാശാലകളിൽ മൻമോഹൻ സിംഗ് സാമ്പത്തിക ശാസ്ത്ര പഠനത്തിൽ ഏർപ്പെട്ടിരുന്നത് ലോക സാമ്പത്തിക ശാസ്ത്ര രംഗം വലിയ പരിവർത്തനങ്ങൾക്ക് വിധേയമാകുന്ന ഘട്ടത്തിലായിരുന്നു. ബ്രിട്ടനിലും അമേരിക്കയിലും അടക്കമുണ്ടായ സാമ്പത്തിക പരിവർത്തനങ്ങൾ വിദഗ്ധർ സൂക്ഷ്മതയോടെ വിലയിരുത്തുകയും തുടർച്ചയായി പഠനങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം തിരികെ ഇന്ത്യയിലെത്തുന്നതും കേന്ദ്ര സർക്കാരിൽ വിവിധ തലങ്ങളിൽ സ്തുത്യർഹമായ വിധം പ്രവർത്തിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദവിയിൽ എത്തുകയും ചെയ്തത്. രാജ്യം പ്രത്യേകമായ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ഘട്ടങ്ങളിലാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് ഭരണ ചുമതലകളിൽ എത്തിയത്. UPA-യുടെ നേതൃത്വത്തിൽ 10 വർഷക്കാലം പ്രധാനമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിനെ നയിക്കുന്നതിന് മുൻപ് കേന്ദ്ര ധനകാര്യമന്ത്രിയായും റിസർവ് ബാങ്ക് ഗവർണറായും ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായും ധനകാര്യ സെക്രട്ടറിയായും പ്രധാനമന്ത്രിയുടെ ധനകാര്യ ഉപദേഷ്ടാവായും വാണിജ്യ ധനകാര്യ മന്ത്രാലയങ്ങളുടെ ഉപദേശകനായും JNU അടക്കമുള്ള സർവകലാശാലകളിൽ സാമ്പത്തിക ശാസ്ത്ര അധ്യാപകനായും സേവനമനുഷ്ഠിച്ചിരുന്നു. ജനീവ ആസ്ഥാനമായ സ്വതന്ത്ര സാമ്പത്തിക വിശകലന സ്ഥാപനമായ സൗത്ത് കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ അടക്കം അന്തർദേശീയ സാമ്പത്തിക സംവിധാനങ്ങളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സാമ്പത്തിക രംഗത്തെ ഉണർത്താൻ കമ്പോളം തുറന്നിടണമെന്ന ആഗോള കാഴ്ചപ്പാട് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ നിയുക്തനായി എന്നതാണ് ചരിത്രങ്ങളിൽ മൻമോഹൻ സിംഗിനുള്ള സ്ഥാനം. പ്രധാനമന്ത്രി പദത്തിലിരുന്ന 10 വർഷക്കാലവും തന്റെ വ്യക്തിശുദ്ധി കാത്തു സൂക്ഷിച്ചെങ്കിലും രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതികൾ നടന്നതും ഇക്കാലത്തായിരുന്നുവെന്ന വസ്തുത ചരിത്രത്തിൽ നിന്നും മാറ്റാനാകില്ല. കൂട്ടുമുന്നണി സർക്കാരുകൾ എത്രത്തോളം ദുഷിക്കാമോ അത്രത്തോളം അധപ്പതനത്തിലേക്ക് ഭരണം എത്തിയതിന്റെ ആഘാതം കൂടിയാണ് ഇന്ന് രാജ്യം അനുഭവിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. 2G സ്പെക്ട്രം ഉൾപ്പെടെയുള്ള അഴിമതികളും UPA സർക്കാരിനെ കയ്യിലിട്ട് അമ്മാനമാടിയ അടുക്കള ക്യാബിനറ്റ് എന്നറിയപ്പെട്ടിരുന്ന കോൺഗ്രസ് അധ്യക്ഷയുടെയും അനുചര സംഘത്തിന്റെയും ചെയ്തികളും തന്നെയാണ് നരേന്ദ്രമോദി, അമിത്ഷാ സംഘത്തിന്റെ കൈകളിലേക്ക് ഇന്ത്യയുടെ ഭരണം കൊണ്ടെത്തിച്ചത്. അതിൽ നിന്ന് മോചിതമാകാൻ 1 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും രാജ്യത്തിന് കഴിയാത്തത് അന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ അപരിഹാര്യമായ പരിക്കുകളാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. രാജ്യത്തെ ജനാധിപത്യം ഇന്ന് അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾക്കും ഭരണഘടനയും രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളും അപകടകരമായ വിധം ഭീഷണി നേരിടുന്ന സന്ദർഭങ്ങൾക്കും വഴിയൊരുക്കുകയായിരുന്നു മൻമോഹൻ സിംഗ് ഭരണമെന്നതും ചരിത്രം ഓർമ്മപ്പെടുത്തുക തന്നെ ചെയ്യും. താൻ ദുർബലനായ പ്രധാനമന്ത്രിയായിരുന്നുവെന്ന് വിശ്വസിക്കുന്നില്ലെന്നും മാധ്യമങ്ങളെക്കാളോ പാർലമെന്റിലെ എതിർപ്പിനേക്കാളോ കൂടുതൽ ദയ ചരിത്രം തന്നോട് കാണിക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി കസേര മാത്രം സംശുദ്ധമായാൽ പോരാ, മറിച്ച് ഭരണത്തെ നിയന്ത്രിക്കുന്ന തന്റെ തലയ്ക്ക് മുകളിലുള്ളവരെ കൂടി അക്കാര്യം ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിയേണ്ടിയിരുന്നു. മൻമോഹൻ സിംഗിന്റെ സാമ്പത്തിക പരിഷ്കാരം ഏറ്റവും അധികം ഗുണം ചെയ്തത് രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് തന്നെയാണ്. ലോക കമ്പോളത്തിൽ കരുത്തു തെളിയിക്കാൻ പാകത്തിന് ഇന്ത്യയിൽ കോർപ്പറേറ്റുകൾ കരുത്താർജിച്ചത് സാമ്പത്തിക പരിഷ്കരണത്തെ മുതലെടുത്തു തന്നെയാണ്. തുടർന്ന് വന്ന BJP സർക്കാരിനും ഇതേ നയങ്ങൾ കുറെ കൂടി ശക്തമായി നടപ്പിലാക്കാൻ ആർജവമുണ്ടായത് അത് കോർപ്പറേറ്റുകൾക്ക് അത്രമാത്രം ഗുണകരമാകുന്നുവെന്ന് തെളിഞ്ഞതോടെയാണ്. ശതകോടീശ്വരന്മാരുടെ എണ്ണം പെരുകുന്നതിനൊപ്പം രാജ്യത്തെ സാധാരണക്കാരുടെ സാമ്പത്തിക നില അപകടകരമായ വിധം കൂപ്പുകുത്താനും മൻമോഹൻ സിംഗിന്റെ നയങ്ങൾ വഴിയൊരുക്കി. കുത്തകകൾ തുറന്നുവിട്ട സാമ്പത്തിക പ്രളയത്തെ മറികടക്കാനെന്ന പേരിൽ പിന്നീട് നടപ്പിലാക്കിയ ജനപ്രിയ പദ്ധതികൾ എത്രത്തോളം മുന്നോട്ടു പോകുമെന്നതും ഇനി ചരിത്രം പറഞ്ഞു തരും.